നമസ്കാരം. റഷ്യൻ സൈന്യത്തിൻ്റെ ഒരു ചാരവിമാനം വെടിവെച്ചിട്ടതായി അവകാശവാദവുമായി ഉക്രൈൻ. ഈ മാസം ഇത് രണ്ടാമത്തെ തവണയാണ് റഷ്യയുടെ ചാരവിമാനം വെടിവെച്ചിട്ടതായി ഉക്രൈൻ അവകാശപ്പെടുന്നത്. A-50 ഇനത്തിൽപ്പെട്ട ഒരു ചാരവിമാനമാണ് തങ്ങൾ വെടിവെച്ചിട്ടത് എന്നാണ് ഉക്രൈൻ അവകാശപ്പെടുന്നത്. റഷ്യയിലെ നഗരങ്ങളായ ക്രസനോദാറിനും റോസ്തോവിനും ഇടയിലുള്ള ഒരു പ്രദേശത്ത് വെച്ചാണ് ചാരവിമാനം തങ്ങൾ വെടിവെച്ചിട്ടത് എന്നാണ് യുക്രൈൻ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിമാനത്തിൻ്റെ തകർന്നു വീണ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായും യുക്രൈൻ അവകാശപ്പെടുന്നു. എന്നാൽ ഇതേവരെ ഇക്കാര്യത്തെക്കുറിച്ച് റഷ്യൻ സൈന്യം പ്രതികരിച്ചിട്ടില്ല. റഷ്യയും ഉക്രൈനുമായി യുദ്ധം ആരംഭിച്ചിട്ട് ഇന്ന് 2 വർഷം പൂർത്തിയാവുകയാണ്. ഇപ്പോഴും യുദ്ധം അനിശ്ചിതമായി തുടരുകയാണ്. അതേസമയം ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടലും മറ്റും വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ലോക മാധ്യമങ്ങളുടെയൊക്കെ തന്നെ ശ്രദ്ധ കൂടുതൽ അങ്ങോട്ട് പതിക്കുന്നതിനാൽ ഈ റഷ്യയും യുക്രൈനും തമ്മിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ പോലും ഇപ്പോൾ ശരിക്കും പുറത്തു വരാറില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. റഷ്യയെ സംബന്ധിച്ച് യുക്രൈൻ ഒരു ചെറിയ രാജ്യമാണെന്ന് തങ്ങൾക്ക് അവരെ നിസ്സാരമായി കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് യുദ്ധം ആരംഭിച്ചത് എങ്കിൽ പോലും ഇപ്പോഴും റഷ്യയ്ക്ക് യുക്രൈനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, റഷ്യയ്ക്ക് അവരുടെ യുദ്ധ കപ്പൽ ഉൾപ്പെടെ നിരവധി പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ യുക്രൈൻ സൈന്യം തകർത്തു എന്നുള്ള പ്രതിസന്ധിയും ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ റഷ്യൻ പ്രസിഡന്റ് പുടിനാകട്ടെ നിരവധി ആരോപണങ്ങളിൽപ്പെട്ട് ഇപ്പോഴും നട്ടം തിരിയുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിൽ തങ്ങളൊരു ചാരവിമാനം യുക്രൈൻ വെടിവെച്ച് വീഴ്ത്തി എന്ന കാര്യം റഷ്യ സമ്മതിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഈ ചാരവിമാനം തകർന്ന് വീഴുന്നതിൻ്റെ ദൃശ്യങ്ങളും യുക്രൈൻ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ റഷ്യ ആകട്ടെ ഒരു വിമാനം തകർന്നു വീണു എന്നുള്ളതല്ലാതെ ഇത് സംബന്ധിച്ചുള്ള യാതൊരു തരത്തിലുള്ള വിശദാംശങ്ങളും ഇനിയും പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ മാസം 14-ാം തീയതിയും ഇതുപോലെ ഒരു A-50 വിമാനം വെടിവെച്ചിട്ടതായി ഉക്രൈൻ സൈന്യം അവകാശപ്പെട്ടിരുന്നു. ഏതായാലും റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇനിയും യുക്രൈനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് നേരത്തെ പറഞ്ഞ വസ്തുത അവരുടെ റഷ്യയുടെ ശക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് മാറിയിരിക്കുന്നത്. ഇപ്പോഴും ഈ ഏറ്റുമുട്ടൽ തുടരുമ്പോൾ യുദ്ധത്തിന് ആളെ കിട്ടാൻ പോലും ബുദ്ധിമുട്ടായ അവസ്ഥയിലാണ് റഷ്യൻ സൈന്യം. അതുകൊണ്ട് തന്നെ കൂലിപ്പട്ടാളത്തിലേക്ക് ആളുകളെ വൻ പ്രതിഫലം വാഗ്ദാനം ചെയ്ത് പല രാജ്യങ്ങളിൽ നിന്നും എത്തിക്കുന്നുണ്ട്. മാത്രമല്ല, റഷ്യയിലെ തന്നെ പല ഗ്രാമീണ മേഖലയിലുള്ള പുരുഷന്മാർ നാട് വിട്ടുപോയി, അതല്ലെങ്കിൽ തങ്ങളും സൈന്യത്തിൽ ചേർന്ന് ജീവൻ വെടിയേണ്ടി വരുമെന്ന ഭയം കൊണ്ടാണ് ഇവരൊക്കെ നാട് വിട്ടുപോയത് എന്നുള്ള ആരോപണങ്ങളുണ്ട്. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന കൂലിപ്പട്ടാളക്കാരുടെ കുടുംബാംഗങ്ങൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ കുടുംബനാഥന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം വ്യക്തമാക്കണം എന്നാവശ്യപ്പെട്ട് ഇപ്പോൾ മോസ്കോയിൽ പ്രക്ഷോഭത്തിലുമാണ്.